ധ്യാനമന്ത്രം നോക്കാം. തപ്ത കാഞ്ചന സങ്കാശശ്ചാഷ്ട. തപ്ത കാഞ്ചന, തപ്ത കാഞ്ചന, തപ്ത കാഞ്ചന സങ്കാശശ്ചാഷ്ട ഹസ്തോ. സങ്കാശശ്ചാഷ്ടഹസ്തോ തപ്ത കാഞ്ചന സങ്കാശശ്ചാഷ്ടഹസ്തോ തപ്ത കാഞ്ചന സങ്കാശശ്ചാഷ്ടഹസ്തോ മഹത്തനു. മഹത്തനു, മഹത്തനു, മഹത്തനു. തപ്ത കാഞ്ചന സങ്കാശശ്ചാഷ്ടഹസ്തോ മഹത്തനു. ദീപ്താങ്കുശം ശരം ചാക്ഷം. ദീപ്താങ്കുശം ശരം ചാക്ഷം ദീപ്താങ്കുശം ശരം ചാക്ഷം ദീപ്താങ്കുശം ശരം ചാക്ഷം ദന്തം ദക്ഷേ വഹൻ. ദന്തം ദക്ഷേ വഹൻ കരൈഃ. തപ്ത കാഞ്ചന സങ്കാശശ്ചാഷ്ടഹസ്തോ മഹത്തനു. അത് ഒരു വരിയാണ്. രണ്ടാമത്തെ വരിയിലാണ് ദീപ്താങ്കുശം ശരം ചാക്ഷം ദന്തം ദക്ഷേ വഹൻ കരൈഃ. ദന്തം ദക്ഷേ വഹൻ കരൈഃ. ദന്തം ദക്ഷേ വഹൻ കരൈഃ. ദീപ്താങ്കുശം ശരം ചാക്ഷം ദന്തം ദക്ഷേ വഹൻ കരൈഃ. വാമേ പാശം കാർമുകം വാമേ പാശം കാർമുകം വാമേ പാശം കാർമുകം ച കാർമുകം ച. വാമേ പാശം കാർമുകം ച ലതാം ലതാം ജംബു ലതാം ജംബു ദധത്കരൈഃ ദധത്കരൈഃ. ലതാം ജംബു ദധത്കരൈഃ.
വാമേ പാശം കാർമുകം ച ലതാം ജംബു ദധത്കരൈഃ രക്താംശുക രക്താംശുക സദാ രക്താംശുക സദാ ഭൂയാദ് ദുർഗാ ഗണപതിർമുദേ ഭൂയാദ് ദുർഗാ ഭൂയാദ് ദുർഗാ ഭൂയാദ് ദുർഗാ ഭൂയാദ് ദുർഗാ അത് ഒരുമിച്ചാണ് കേട്ടോ, ഇനി വരുന്നതും കൂടി ഒരുമിച്ചാണ്. ഭൂയാദ് ദുർഗാ ഗണപതിർ മുദേ ഗണപതിർ മുദേ ഗണപതിർ മുദേ രക്താംശുക സദാ ഭൂയാദ് ദുർഗാ ഗണപതിർ മുദേ രക്താംശുക സദാ ഭൂയാൽ ദുർഗാ ഗണപതിർ മുദേ ദുർഗാ ഗണപതിർ മുദേ വാമേ പാശം കാർമുകം ച ലതാം ജംബുദധത്കരൈഃ രക്താംശുക സദാ ഭൂയാദ് ദുർഗാ ഗണപതിർ മുദേ തപ്തകാഞ്ചന സങ്കാശശ്ചാഷ്ടഹസ്തോ മഹത്തനു ദീപ്താങ്കുശം ശരം ചാക്ഷം ദന്തം ദക്ഷേ വഹൻകരൈഃ വാമേ പാശം കാർമുകം ച ലതാം ജംബുദധത്കരൈഃ രക്താംശുക സദാ ഭൂയാദ് ദുർഗാ ഗണപതിർ മുദേ. അതാണ് ദുർഗാ ഗണപതിയുടെ ദുർഗയുടെ പുത്രനായിട്ടാണ് ഗണപതി. ദുർഗയുടെ പുത്രനായിട്ടുള്ള ഗണപതി ദുർഗാപുത്രായ ശക്തിഹസ്തായ. ശക്തി എന്നുള്ളത് ദുർഗയുടെ ഒരു ആയുധമാണ്. അപ്പോ അതാണ് ശക്തിഹസ്തായ മാതൃവത്സലായ മഹാഗണപതിയെ നമ. പിന്നെ ഇവിടെ ധ്യാന ശ്ലോകത്തിലും അപ്പോ അതിനനുസരിച്ച് ഉള്ള രീതിയിലാണ് വരിക. അപ്പോ തപ്ത കാഞ്ചന സങ്കാശ, തപ്ത കാഞ്ചനം. കാഞ്ചനം എന്ന് പറഞ്ഞാല് സ്വർണമാണ്. അപ്പൊ തപ്ത കാഞ്ചനം എന്ന് പറഞ്ഞാല് തപിച്ചുകൊണ്ട് നിൽക്കുന്ന കാഞ്ചനം, ചൂട് ആയിട്ട് നിൽക്കുന്ന കാഞ്ചനം. കാഞ്ചനത്തിന് സ്വർണത്തിന് നല്ല നിറമാണ്, അത് ചുട്ടുപഴുക്കുന്ന സ്വർണം എന്നർത്ഥം. അപ്പോ വളരെയധികം ശോഭയോടുകൂടിയാന്നർത്ഥം. അത്രയും സ്വർണ മനോഹരമായിട്ടുള്ള നിറം. തപ്തകാഞ്ചന സങ്കാശ, അപ്പൊ അതിനോട് തുല്യമായിട്ടുള്ള നിറം, സങ്കാശമായിട്ടുള്ള നിറം. തപ്തകാഞ്ചനത്തിന് സമാനമായ രൂപത്തോടു കൂടിയ ആള്. പിന്നെ സങ്കാശ അഷ്ടഹസ്തോ, അഷ്ടഹസ്ത, ഹസ്തം അഷ്ട, 8 കൈകളോടുകൂടിയ ആളാണ്. അഷ്ടഹസ്തോ മഹത്തനു, മഹത്തായിരിക്കുന്ന തനുവോടുകൂടിയ ആള്, വലിയ ശരീരത്തോടു കൂടിയ ആള്. ഇനി കൈകളിൽ 8 കൈകളുണ്ട് എന്ന് പറഞ്ഞല്ലോ. ആ ഓരോ കൈകളിൽ എന്തൊക്കെയാണ് ആയുധം എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ആദ്യം ദക്ഷേ, ദക്ഷേ കരേ, ദക്ഷേ. ഇപ്പൊ വലത്തു ഭാഗത്തുള്ള കൈകളിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളതാണ് ആദ്യം പറയുന്നത്. ദീപ്താങ്കുശം, ദീപ്താങ്കുശം, ശരം ച അക്ഷം, ദന്തം, ഇങ്ങനെ 4 എണ്ണം, 4. അപ്പോ ദീപ്താങ്കുശം, അങ്കുശം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തോട്ടി. അപ്പൊ ദീപ്തമായിരിക്കുന്ന അങ്കുശം, ദീപ്തം എന്ന് പറഞ്ഞാൽ ശോഭന,
ശോഭിക്കുന്ന തരത്തിലുള്ളതായ അങ്കുശം, തോട്ടി. ശരം, ശരം എന്ന് പറഞ്ഞാല് അമ്പ്. അക്ഷം, അക്ഷം എന്ന് പറഞ്ഞാല് അക്ഷം, അക്ഷമാല എന്നൊക്കെ പറയാം, അക്ഷം. പിന്നെ ദന്തം, ദന്തം എന്ന് പറഞ്ഞാല് കൊമ്പ് അല്ലെങ്കിൽ പല്ല്, കൊമ്പ്. ഇത്രയും ദക്ഷേവഹൻ വലത് ഭാഗത്ത് ധരിച്ചിട്ടുണ്ട്. കരൈ, കരങ്ങളാൽ. അപ്പൊ വലത് ഭാഗത്ത് ഉള്ളതായിരിക്കുന്ന കരങ്ങളാൽ ഇതൊക്കെ ധരിച്ചിട്ടുണ്ട്. പിന്നെ വാമേ, ഇനി ഇടത്ത് ഭാഗത്ത് എന്തൊക്കെയാണ്? വാമേ പാശം, പാശം എന്ന് പറഞ്ഞാല് കയറ്. കാർമുകം, കാർമുകം എന്ന് പറഞ്ഞാല് വില്ലാണ്. കാർമുകം, വില്ല്. വാമേ പാശം കാർമുകം ച, കാർമുകം. പിന്നെ ച, ച എന്ന് അതും. പിന്നെ ലതാം, ലത ഗണപതിയുടെ ആയുധമായിട്ടും കൈകളിലുള്ളതായിട്ട് പറയുന്നുണ്ടല്ലോ, ലത, വള്ളി. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ലത, വള്ളിയുണ്ട് കൈകളില്. പിന്നെ ജംബു, ജംബു എന്ന് പറയുന്നതായിട്ടുള്ള പഴം. നമ്മൾ ഞാവലല്ലേ പറഞ്ഞത്, ഞാവൽ പഴം. ദധത് കരൈ, അപ്പൊ വാമേ പാശം കാർമുകം ലതാം ജംബു, ഇങ്ങനെ 4 വാമേ കരൈ ദധൽ, ഇടത്ത് ഭാഗത്ത് കരൈ ദധൽ, ഇടത്ത് ഭാഗത്ത് കൈകളെ കൊണ്ട് ധരിച്ചിരിക്കുന്ന. പിന്നെയോ രക്താംശുക, രക്ത അംശുക, അംശുകം വസ്ത്രം, രക്ത അംശുക, ചുവന്ന വസ്ത്രത്തോടു കൂടിയ ആള്. അങ്ങനെയൊക്കെയുള്ള ആയിരിക്കുന്ന ദുർഗാ ഗണപതി, ദുർഗാ ഗണപതി മുദേ സദാ, മുദേ ഭൂയാൽ, സദാ എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും, മുദേ ഭൂയാൽ സന്തോഷത്തിന് വേണ്ടിയിട്ട്, എല്ലാവർക്കും മോദം ഉണ്ടാവാൻ വേണ്ടിയിട്ട്, ഭൂയാൽ ഭവിക്കട്ടെ, ഭൂയാൽ. അപ്പൊ അതാണ് അർത്ഥം വരിക. തപ്തകാഞ്ചന സംകാശശ്ചാഷ്ടഹസ്തോ മഹത്തനു ദീപ്താങ്കുശം ശരം ചാക്ഷം ദന്തം ദക്ഷേ വഹൻ കരൈ വാമേ പാശം കാർമുകം ച ലതാം ജംബുദധത്കരൈ രക്താംശുക സദാ ഭൂയാ ദുർഗാ ഗണപതിർമുദേ.